ജൂലൈ മാസത്തിൽ മഹാരാഷ്ട്രയിലേക്കൊരു സോളോ മൺസൂൺ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കാലു വാട്ടർഫോൾസും ആദ്രൈ ജംഗിൾ ട്രക്കിങ്ങുമാണ് ട്രൈ ചെയ്തത്. ആ ഒരു യാത്രയിൽ മഴക്കാലത്തെ മഹാരാഷ്ട്രയുടെ ഭംഗി മനസ്സിൽ ഭയങ്കരമായിട്ട് കയറി പറ്റിയായിരുന്നു. വീണ്ടും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരുന്നൊക്കെ ആലോചിച്ചിട്ടാണ് അന്ന് അവിടുന്ന് മടങ്ങിയത്. ഈ ഒരു ഓഗസ്റ്റ് മാസം തുടക്കത്തിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വീണ്ടും മഹാരാഷ്ട്രയിലെ വെള്ളച്ചാട്ടങ്ങളും ആകാശം മുട്ടേ നിൽക്കുന്ന ഫോർട്ടുകളും ട്രക്കിങ്ങും എല്ലാം തേടി വീണ്ടും നമ്മൾ പോകുകയാണ്. കണ്ണെത്താ ദൂരത്തോളം ഒഴുകുന്ന വെള്ളച്ചാട്ടവും ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കുറച്ച് ട്രക്കിങ്ങും മഹാരാഷ്ട്രയിലെ ചില ട്രഡീഷൻസും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ച ഒരു 4 ദിവസം നീണ്ടു നിന്ന ഒരു ചെറിയ യാത്ര. യാത്രയുടെ ആദ്യത്തെ ദിവസം ഞങ്ങളെ കാത്തിരുന്നത് മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിരുന്നു. ക്ലൈംബ് ടു ഹെവൻ എന്നാണ് ഈ ഒരു ട്രക്കിങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. അത് 2 രീതിയിലും നമുക്ക് എടുക്കാം. കാരണം നമുക്ക് ആകാശത്തെ തൊടാനും പറ്റും, അതേസമയം എന്തെങ്കിലും അപകടം ഉണ്ടായാൽ നമുക്ക് സ്വർഗത്തിലെത്താനും പറ്റും. കാരണം അത്രയും ഡേഞ്ചറസും അതേസമയം ബ്യൂട്ടിഫുള്ളുമായിട്ടൊരു ട്രക്കിംഗ് കൂടെയാണിത്. 80 ഡിഗ്രി റോക്കറ്റ് സ്റ്റെപ്സും 90 ഡിഗ്രി ക്ലൈംബിങ്ങുമായി നമ്മളെ ചലഞ്ച് ചെയ്യുന്ന കലാവന്തി ദുർഗ് ട്രക്കിങ്ങിൻ്റെ വിശേഷം നമുക്ക് കാണാം. ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച ചാലക്കുടി ഡിവൈൻ നഗറിൽ 2 മണിക്കെത്തുന്ന നേത്രാവതി എക്സ്പ്രസ്സിലാണ് ഈ ഒരു യാത്ര ഞങ്ങൾ പോയത്. മുംബൈയിലെ പൻവേലിലോട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അടുത്ത ദിവസം 3 മണിക്കാണ് അവിടെ എത്തുക. നാനേമാച്ചി വാട്ടർഫോളും അതുപോലെ ഹരിഹർ ഫോർട്ടും ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു യാത്ര. ഈ ഒരു യാത്രയ്ക്ക് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ റോമി ബ്രോയും ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ടൈം ഭയങ്കര ടൈറ്റായിരുന്നു. നാനേമാച്ചി വാട്ടർഫോൾസ് അതുകൊണ്ട് തന്നെ ഒരു പാക്കേജ് എടുത്ത് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞായറാഴ്ച ഏർലി മോർണിംഗ് തന്നെ ഞങ്ങളെ പൻവേലിൽ അടുത്ത് നിന്ന് പിക്ക് ചെയ്യുമായിരുന്നു ആ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ടീം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൻവേലിൽ എത്തിയിട്ട് രാത്രി ഒരു 12 മണി വരെയുള്ള സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പൻവേലിനടുത്തായിട്ടുള്ള കുറച്ച് ട്രെക്കിങ്ങുകളും കാര്യങ്ങളും ഫോർട്ട് എല്ലാം ഒന്ന് തപ്പിപ്പോയി. ആ ഒരു സമയത്താണ് ഈ ഒരു കലാവന്തി ദുർഗ് ട്രക്കിങ് ഞങ്ങളുടെ കണ്ണിൽ പെടുന്നത്. ട്രക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലഗേജ് ആയിട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു മെയിൻ ബാഗ് ഇവിടുത്തെ പൻവേലിലെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ലോക്ക് ചെയ്ത് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ അവരത് സ്വീകരിക്കത്തില്ല. പൻവേൽ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് തന്നെ നമുക്ക് ഈ ക്ലോക്ക് റൂം കാണും. ഒരാൾക്ക് 30 രൂപയാണ് ഒരു ദിവസത്തെ ഫീസ്. പൻവേൽ ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയായിട്ടുള്ള തക്കുർവാടി ഗ്രാമത്തിൽ നിന്നാണ് ഈ ഒരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൻവേൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് തന്നെ നമുക്ക് ടാക്സി സ്റ്റാൻഡുണ്ട്. ഇവിടുന്ന് ഓട്ടോ എടുത്ത് നമുക്ക് പോകാം. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമത്തിലോട്ട് ബസ്സും അവൈലബിൾ ആണ്. ഞങ്ങൾ വൈകുന്നേരം എത്തിയതുകൊണ്ട് തന്നെ സമയം ഭയങ്കര ടൈറ്റായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ എടുത്തു പോയി. വൺ സൈഡ് 350 രൂപയാണ് ഓട്ടോ ചാർജ് വരുന്നത്. നിങ്ങൾക്ക് റിട്ടേണും കൂടെ വരണമെന്നുണ്ടെങ്കിൽ അവർ വെയിറ്റിംഗ് ചാർജ് ആയിട്ടൊരു 100 മുതൽ 150 രൂപ വരെ മേടിക്കുന്നതാണ്. കേരളത്തിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഓട്ടോയും ബസ്സും തൊട്ടുരുമയെ പോകാറുള്ളൂ. ഏകദേശം 3:15 ഓട്ടോ കയറിയത്. 4:35 ആകുമ്പം അവിടെ എത്തുന്നതാണ് മാപ്പിൽ കാണിക്കുന്നത്. വദ്വ വൈ സിറ്റി എന്ന് പറയുന്ന 200 ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഒരു ടൗൺഷിപ്പ് കയറിയിട്ടാണ് നമുക്ക് തക്കർവാടി ഗ്രാമത്തിൽ എത്തിച്ചേരാൻ പറ്റുക. ഈ ഒരു ടൗൺഷിപ്പിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സ്റ്റേയും അപ്പാർട്ട്മെൻറ്റ്സും സ്കൂൾസും എല്ലാം തന്നെയുണ്ട്. എല്ലാ ഫെസിലിറ്റീസും തന്നെയുണ്ട്. എനിക്കൊന്ന് ഗ്രാമമായിട്ട് ചേർന്ന് കിടക്കുന്ന ലാൻഡൊക്കെ അക്യൂർ ചെയ്താണ് ഈ ഒരു ടൗൺഷിപ്പ് വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു ടൗൺഷിപ്പ് തീരുന്നിടത്ത് തന്നെയാണ് നമ്മുടെ ടൗണും ആ ഒരു ട്രെക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടൗൺഷിപ്പിലെ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ കാണുന്നത് പ്രവൽഗഡ് ഫോർട്ടും അതുപോലെ കലാവന്തിയും ദുർഗുമാണ്. ഏകദേശം 4:35 ആയപ്പോൾ ഞങ്ങൾ ബേസ് പോയിന്റിലെത്തി. വൺ സൈഡ് ട്രെക്ക് ചെയ്യാൻ 2.5 മുതൽ 3 മണിക്കൂർ വരെ വേണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഓട്ടോക്കാരനോട് തിരിച്ച് 8 മണിക്ക് വരാമെന്നും പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ട്രെക്കിംഗ് ആരംഭിച്ച സമയത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. റോമി ബ്രോ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രെക്കിങ്ങിനെ നമുക്ക് 2 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമുക്കൊരു 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് പ്രബൽമച്ചി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തണം. ആ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമുക്ക് പ്രബൽഗഡ് ഫോർട്ടിലോട്ടും അതുപോലെ കലാവന്തി ദുർഗിലോട്ടും പോകാൻ പറ്റുക. രണ്ടും ഒരേ ബേസ് പോയിന്റിൽ നിന്നാണ് തിരിയുന്നത്. അതുകൊണ്ട് രാവിലെ ഇവിടെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 സ്ഥലവും കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് എന്തായാലും പ്രബൽഗഡ് ഫോർട്ടിലോട്ട് ഇന്ന് പോകുന്നില്ല. ഉരുളൻ കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു പാതയാണ് ഈ ഒരു ട്രക്കിങ്ങിൽ ആദ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാലിനൊക്കെ പെട്ടെന്ന് വേദനയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഈ ഒരു ഹൈക്ക് ചെയ്യുന്നത്. കാരണം ഇരുട്ടുന്നതിന് മുമ്പ് ടോപ്പിലെത്തിയിട്ട് തിരിച്ചിറങ്ങേണ്ടതായിട്ടുണ്ട്. പൊതുവേ ഈ സമയത്തൊന്നും അധികാരം ട്രക്ക് ചെയ്യുന്നില്ല. ഞങ്ങളുടെ കൂടെ ഒരു 4 പേരും ഉണ്ട് ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ളവർ.
പ്രബൽമച്ചി ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാരെ പോകുന്ന വഴി കണ്ടിരുന്നു. അവരൊക്കെ ഡെയിലി ഇത് കയറി ഇറങ്ങുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ പോലും സ്കൂളിൽ പോകണമെങ്കിലും മറ്റു കാര്യങ്ങൾക്കും ഈ ഒരു മല ഏകദേശം ഒരു 2 കിലോമീറ്റർ കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ കയറുന്ന വഴി ഇടയ്ക്ക് ഇതുപോലത്തെ ഓപ്പൺ സ്പേസ് വരുമ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ടൗൺഷിപ്പിൻ്റെയും അതുപോലെ ദൂരെയായിട്ടുള്ള മത്തേരാൻ ഹിൽസിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ട്രെക്കിങ്ങിൽ ഒരു 2-3 കേവ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എല്ലാത്തിലും നമുക്ക് കയറാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ അമ്പലങ്ങളും വിഗ്രഹങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കലാവന്തീൻ എന്നൊരു രാജ്ഞിയെ പണി കഴിപ്പിച്ച കോട്ടയാണിതെന്നാണ് ഇവിടുത്തെ വിശ്വാസം. പ്രധാനമായും പ്രബൽഗഡ് ഫോർട്ടിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇവിടുന്ന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, എസ്പെഷ്യലി ഇപ്പോഴത്തെ പൻവേലും കല്യാൺ പോലത്തെ സ്ഥലങ്ങൾ, അതിനോട് ചേർന്ന് കിടക്കുന്ന പോർട്ടുകളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് കലാവന്തീൻ ദുർഗ് യൂസ് ചെയ്യപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 2 കിലോമീറ്റർ ട്രെക്കിംഗ് കഴിയുമ്പോൾ നമ്മൾ പ്രബൽമച്ചി പ്ലാറ്റോയിലെത്തും. ഇവിടെ ക്യാമ്പിംഗ് ഓപ്ഷനും എല്ലാം ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് വ്യൂ കാണാൻ പറ്റുന്നത്. വലത്തുവശത്തായിട്ടൊരു വാലിയും ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രബൽഗഡ് ഫോർട്ടും അതുപോലെ നമ്മളിന്ന് കയറാൻ പോകുന്ന കലാവന്തീൻ ദുർഗം ആകാശം മുട്ട നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ട്രയാങ്കുലർ ഷേപ്പുള്ള മലയാണ് കലാവന്തീൻ ദുർഗ്. തൊട്ടപ്പുറത്തത് കാണുന്നത് പ്രബൽഗഡ് ഫോർട്ടും. ഇവിടെ നിന്ന് റോഡ് 2ആയിട്ട് തിരിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേ ട്രാഫിക് സിനിമയിലെ ആസിഫ് അലീനെയൊക്കെ പോലെ ജോഗ്രഫിക്കലിയൊക്കെ നോക്കി കലാവന്തീൻ ദുർഗിൻ്റെ ഡയറക്ഷനിൽ കിടന്ന ഒരു വഴി കൂടെ കുറച്ച് മുമ്പോട്ട് പോയി. പക്ഷേ അതൊരു ക്യാമ്പ് സൈറ്റിലോട്ടുള്ള വഴിയായിരുന്നു. ഇനി ആ വഴി പോയതുകൊണ്ട് കുറച്ച് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. ഇനി ഒരു 200-250 മീറ്റർ മാത്രമേ ഞങ്ങൾ മുമ്പോട്ട് പോയുള്ളൂ. അപ്പം ഈ ഒരു വ്യൂവിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡ് ചേർന്ന് കിടക്കുന്നത്, അതായത് നമ്മൾ വന്ന ഡയറക്ഷനിൽ തന്നെ ആ കൈവേരിയോട് ചേർന്ന് കിടക്കുന്ന ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ പ്രബൽമച്ചി വില്ലേജിലോട്ട് കയറുവാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൈഡിലോട്ടും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രാമത്തിനുള്ളിൽ കൂടെ ഒരു 500 മീറ്ററോളം സഞ്ചരിച്ച് കഴിയുമ്പോൾ റോഡ് പിന്നെയും 2ആയിട്ട് തിരിയും. നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയാൽ കലാവന്തീൻ ദുർഗിലോട്ടും റൈറ്റിലോട്ട് പ്രബൽഗട്ടിലോട്ടും ഉള്ള ഡയറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ താഴെ കണ്ട ഒരു ഓപ്പൺ ഏരിയയിൽ ടെൻറ്റ് സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ഗ്രാമത്തിലുള്ളവർ തന്നെ നടത്തുന്നതാണ്. 500 രൂപ കൊടുത്താൽ നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 30 രൂപ എൻട്രി ഫീ ഉണ്ടെന്നൊക്കെ കുറച്ച് വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ ലേറ്റായിട്ട് വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എൻട്രി ഫീ അങ്ങനെ ആരും വാങ്ങിച്ചില്ല. അങ്ങനെ ഒരു ഫൈനൽ സൈൻ ബോർഡ് എത്തി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുറച്ച് വേലിയൊക്കെ ഈ ഗ്രാമത്തിലുള്ളവർ വെച്ചിട്ടുണ്ട്. ഞങ്ങളെത്താറായപ്പോൾ അത് അടയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ കണ്ടപ്പോൾ അവരത് ഓപ്പണാക്കി തന്നു. ഈ ഒരു ഗ്രാമം കയറി കഴിയുമ്പോഴാണ് ആ ഒരു ശരിക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വഴി നല്ല സ്റ്റീപ്പാവും. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രയലല്ല ഇത്. അത്യാവശ്യം കുറച്ചൊരു എക്സ്പീരിയൻസ് എങ്കിലും ഇൻ്റർമീഡിയറ്റ് ലെവലുള്ളവർക്ക് പിന്നെയും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെക്കാണിത്. സംഭവം ഞങ്ങൾ മടുത്തെങ്കിൽ പോലും സമയം പോയതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അധിക നേരം എങ്ങും ഫോട്ടോ എടുക്കാൻ പോലും നിർത്തുന്നില്ല. ഈ ഒരു സ്പോട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ ഒരു വലിയൊരു റിസർച്ച് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നില്ല. ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ അത്യാവശ്യം പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമെന്ന് അറിഞ്ഞത്. അതൊന്നും അറിയാതെയാണ് ഞാൻ കയറിയത്. എനിക്ക് ഏറ്റവും പേടിയുള്ള 2 സാധനങ്ങൾ, ഒന്ന് ഹൈറ്റും രണ്ടാമത്തേത് പാമ്പുമാണ്. ഈ 2 സാധനങ്ങളും ഇവിടെയുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും പേടിയുള്ളൊരു കാര്യത്തെ ഓവർകം ചെയ്താണ് ഇവിടെ കയറാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയൊരു കേവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്തോട്ട് നമുക്ക് കയറിപ്പോകാൻ പറ്റും. ഇതിനകത്ത് ആൾക്കാർ കയറിപ്പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, ഒരാൾക്ക് കയറിപ്പോകാൻ മാത്രമുള്ള വീതിയേ ഉള്ളായിരുന്നു. ഞങ്ങളതിൽ കയറാനൊന്നും നിന്നില്ല. ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലമാണ്, പിന്നെ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. അങ്ങനെ കാടും മരമെല്ലാം തീർന്ന കൂറ്റം പാറകളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ. വഴിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കയറൊക്കെ മുകളിലോട്ട് കിടപ്പുണ്ട്. ഈ ഒരു കയറ് പിടിച്ച് ഒരു 100 മീറ്റർ കയറി ചെല്ലുമ്പോഴാണ് ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു 80 ഡിഗ്രി ആ ഒരു സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു കയറ് കിടക്കുന്ന ഒരു പോർഷൻ്റെ സൈഡിലും കുറച്ച് ഡേഞ്ചറാണ്. കാരണം ഒരു ഓപ്പൺ ഏരിയ ആണ്, തൊട്ട് സൈഡിൽ കൊക്കയാണ്.
അതുകൊണ്ട് നിങ്ങൾ കയറ് യൂസ് ചെയ്ത് തന്നെ കയറാൻ ശ്രമിക്കുക. എസ്പെഷ്യലി മഴക്കാലം കൂടി ആയതുകൊണ്ടാണ്. എനിക്കൊന്ന് വേനൽക്കാലത്ത് പിന്നെയും നമുക്ക് കയറില്ലാണ്ടാണെങ്കിലും നമുക്ക് കയറാൻ സാധിക്കും. അങ്ങനെ ഫോണും സാധനവും എല്ലാം ബാഗിനകത്ത് എടുത്തിട്ടിട്ട് കയറുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സെൽഫി എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും സമയമില്ല. അതുകൊണ്ട് ഇനിയുള്ള ക്ലൈമ്പിങ് ഞങ്ങൾ 360 ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഈ ഒരു 80 ഡിഗ്രി സ്റ്റെപ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് വീതി ഭയങ്കര കുറവും അതുപോലെ ഹൈറ്റ് കുറച്ച് കൂടുതലുമാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ടാഞ്ഞ് കൈ കുത്തിയൊക്കെ കയറുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ആ സ്റ്റെയറിൻ്റെ അവിടെ എത്തി. ഇവിടെ വരുമ്പം ഏത് എത്തിസ്റ്റ് ആണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് പോവും. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും കയറാൻ തുടങ്ങി. വളരെ സാവധാനം ഇതുപോലെ കൈയൊക്കെ കുത്തി ടൈം എടുത്ത് കയറിയാൽ അത്യാവശ്യം സേഫായിട്ട് തന്നെ നമുക്ക് ടോപ്പിലെത്താൻ സാധിക്കും. പിന്നെ ഒത്തിരി ഹൈറ്റൊക്കെ പേടിയുള്ളവർ ചുറ്റും നോക്കാതിരിക്കുക. മാക്സിമം ആ സ്റ്റെയറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കയറിയാൽ മതി. അതുപോലെ തന്നെ മഴയുള്ളപ്പോൾ ഇത് കുറച്ചും കൂടെ ഡേഞ്ചറാണ്. ഞങ്ങൾ കയറിയപ്പോൾ എന്തായാലും മഴയില്ലായിരുന്നു, എങ്കിലും കുറേ ഏരിയ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ ഒബ്സർവ് ചെയ്ത് കയറുവാണെങ്കിൽ നമുക്ക് ഒരു ഡേഞ്ചറും ഇല്ലാതെ തന്നെ കയറാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെയാണ് ഈ ഒരു ട്രെക്കിംഗ് ചെയ്യാൻ വരുന്നതെങ്കിൽ ഒരു 4 സ്റ്റെയർ ഗ്യാപ്പെങ്കിലും ഓരോ ആൾക്കാർ തമ്മിൽ ഇടാൻ ശ്രദ്ധിക്കുക. അങ്ങനെ സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത സന്തോഷത്തിൽ മുമ്പോട്ട് വന്നപ്പോൾ ദേ കിടക്കുന്നു 90 ഡിഗ്രിയിൽ ഒരു ചെറിയ ക്ലൈമ്പും കൂടെ. ഇതാണ് ഏറ്റവും ടോപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ കയറിൽ പിടിച്ച് നമ്മൾ തൂങ്ങി കയറണം. പിന്നെ ഇടയ്ക്ക് കാല് കുത്താനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പം നമ്മളത് നോട്ട് ചെയ്ത് പതുക്കെ കയറിയാൽ മതിയാവും. അപ്പം ഞങ്ങൾക്ക് മുമ്പേ വന്നവർ അവർ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ കയറാനൊക്കെ അവരാണ് മോട്ടിവേറ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ അതിൻ്റെ മുകളിൽ എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറി എത്തി. ഞാൻ നോക്കുമ്പോൾ റോമി ബ്രോ ഭയങ്കര കൂളായിട്ട് കയറി വന്നു. അപ്പം കയറെ പിടിച്ച് കയറുന്നതൊക്കെ റോമി ബ്രോയ്ക്ക് ഭയങ്കര സിമ്പിൾ ടാസ്ക്കാണ്.
പെട്ടെന്ന് കയറിയല്ലോ. അമ്മേ എനിക്ക് വന്നേക്കാൻ മാർക്കുകളില്ല. ഇനി എങ്ങനെ തിരിച്ചറിയാം? തിരിച്ചിറങ്ങുമ്പോൾ ഷൂ ഒരു ബാഗിലോ താഴത്തേക്ക് ഇട്ടിട്ടുണ്ടോ ആണോ? നല്ല വ്യത്യാസം. കോട അടിച്ചു തുടങ്ങിയല്ലോ. ഇവിടുന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. തൊട്ടപ്പുറത്തായിട്ട് തന്നെ പ്രബൽഗഡ് ഫോർട്ട് കാണാം. അതുപോലെ ദൂരെയായിട്ട് മുംബൈ സിറ്റി, മത്തേരാൻ ഹിൽസ്, ഉല്ലാസ് നദി, അതുപോലെ തന്നെ കർണാല ഫോർട്ട്, അങ്ങനെ അനേകം കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ട്രെക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനാണെങ്കിലും റോമി ബ്രോ ആണെങ്കിലും ഞങ്ങളുടെ ലൈഫിൽ ഈ ഒരു യാത്ര മറക്കത്തില്ല. ഇവിടുത്തെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും ക്ലൈമ്പും മാത്രമല്ല, മൊത്തത്തിൽ ഈ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര വെർത്താണ്. ഏറ്റവും ടോപ്പിലായിട്ട് ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഈ ഒരു സ്റ്റാച്യു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. അദ്ദേഹം ഇവിടുത്തെ മലകളെയും ഫോർട്ടുകളെയൊക്കെ നോക്കുന്ന പോലത്തെ ഒരു ആംഗിളിലാണ് ഒരു സ്റ്റാച്യു ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളും ആ ഒരു ആംഗിളിലാണ് ഇവിടുന്ന് സ്ഥലങ്ങളെ വീക്ഷിക്കുന്നത്. സീ ലെവലിൽ നിന്ന് 2300 അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഹോളി ഫെസ്റ്റിവലിൻ്റെ സമയത്ത് പ്രബൽമച്ച് ഗ്രാമത്തിലെ ട്രൈബൽസ് ഈ ഒരു മലയുടെ മുകളിൽ കയറി ഇവിടെ നൃത്തം ചെയ്യുമെന്നൊരു കാര്യം കൂടെ അറിയാൻ സാധിച്ചു. സമയം ഏകദേശം 6:35 ഇവിടെ നിന്ന് തിരിച്ചിറങ്ങേണ്ടതായിട്ടുണ്ട്. കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാൻ തുടങ്ങും. 8 മണിയൊക്കെ ആകുമ്പം തിരിച്ചെത്താമെന്നാണ് ഓട്ടോച്ചേട്ടനോട് പറഞ്ഞിരുന്നത്. എനിവേ ചെറിയ മഴയും അതുപോലെ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ 8:15 ആയപ്പം തിരിച്ചെത്തി. എനിക്കൊന്ന് ഇത്രയും സ്പീഡ് ഈ ഒരു മല കവർ ചെയ്ത് ചിലപ്പോൾ ഞാനും റോമി ബ്രോയും ആയിരിക്കും. കാരണം 2 മണിക്കൂറേ എടുത്തുള്ളൂ ഞങ്ങളിവിടെ ഏറ്റവും ടോപ്പ് വരെ എത്താൻ. പക്ഷേ നിങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങനെ ധൃതി പിടിച്ച് കയറാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ രാവിലെ വന്നിട്ട് കലാവന്തിയന്തുർഗ് കയറിയിട്ട് അതുപോലെ തിരിച്ചിറങ്ങുന്ന വഴി പ്രബൽഗഡ് ഫോർട്ടും കൂടെ കയറിയിട്ട് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ രാത്രി പൻവേയിലെത്തി. ഇനി അടുത്ത ദിവസം അതായത് സൺഡേ നാനേമച്ചി വാട്ടർഫോൾസ് കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ നാനേമച്ചി വാട്ടർഫോൾസിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു.